പുരുഷ ആക്ടിവിസം. ആണുങ്ങൾ ജനുവിനായ വ്യാജ പരാതികൾ നേരിടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. നേരത്തെ ഗോകുൽ പറയുകയുണ്ടായി എത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 53% വ്യാജ പരാതികളുടെ ഒരു കണക്ക് BBC അടക്കമുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ വ്യാജ പരാതികളുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത 24 ന്യൂസിലെ ഒരു ചർച്ചയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ആണുങ്ങൾക്കെതിരെ 53% ഫേക്ക് അലിഗേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് BBC വന്നിട്ടുണ്ടെന്ന്. അവിടെ വെച്ച് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ചർച്ചയുടെ സമയം അവസാനിച്ചു. അപ്പോൾ ഇവിടെ പറയാം. ഇതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞ BBC റിപ്പോർട്ട്. ഒന്നുകിൽ താങ്കൾ പറഞ്ഞത് പച്ച കള്ളമാണ്, അല്ലെങ്കിൽ താങ്കൾ ഈ റിപ്പോർട്ടൊന്നും വായിച്ചിട്ടില്ല. 2014 ഡൽഹി കമ്മീഷൻ ഫോർ വുമൺ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇവിടുത്തെ സോ കോൾഡ് മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇത് മാനിപ്പുലേറ്റും ചെയ്തിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഈശ്വർ കോട്ട് ചെയ്ത ആ BBC റിപ്പോർട്ട് പറയുന്നത് ഈ 53% എല്ലാം ഫോൾസ് അല്ല, ഇത് നോക്കിക്കാണേണ്ടത് അങ്ങനെയല്ല എന്നാണ്. ഈ 53% ഇക്വിറ്റഡ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ കേസ് നൽകിയവർ വാദം നടത്തി പിന്നീട് ആ കേസ് തോറ്റ് അങ്ങനെ പരാതികൾ വ്യാജമായതാണോ? ഒരിക്കലും അല്ല. ഈ പറയുന്ന 53% ഡ്രോപ്ഡ് ബിഫോർ ട്രയൽ ആണ്. അതായത് കോടതിയിൽ വാദമൊന്നും നടന്നിട്ടില്ല. അതിനെയാണ് ഈ 53% ഫാൾസ് അലിഗേഷൻ എന്ന് പറഞ്ഞ് ഇവർ പൊക്കിക്കൊണ്ടുവരുന്നത്. ഈ സെയിം ഐഡിയ തന്നെയാണ് NCRBയുടെ 70% എക്വിറ്റഡിലും ഇവർ കൊണ്ടുവരുന്നത്. അതായത് 70% കേസുകൾ എക്വിറ്റഡ് ആയി, അതുകൊണ്ട് അതെല്ലാം ഫോൾസ് അക്യൂസേഷൻ ആണെന്ന്. ഈ BBCയുടെ റിപ്പോർട്ടും മറ്റു ഡാറ്റകളും വെച്ച് നമുക്ക് ഈ അലിഗേഷൻ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. അക്യൂട്ട് ആകുക അല്ലെങ്കിൽ പ്രതികളെ വെറുതെ വിടുക എന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കോടതികളുടെ എവിഡൻസ് ബാർ ഭയങ്കര ഹൈ ആണ്. ബിയോണ്ട് റീസണബിൾ ഡൗട്ട് അയാൾ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ കൺവിക്ട് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ ഇഷ്യൂ വിക്ടിം ഹോസ്റ്റൈൽ ആകുക എന്നതാണ്. അതായത് ചിലപ്പോൾ വിക്ടിം പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറയാം. അങ്ങനെ മാറ്റി പറയാൻ കാരണം ഇവർ കാണുന്നത് അത് ഫോൾസ് അലിഗേഷൻ മാത്രമായതുകൊണ്ടാണ്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് സൊസൈറ്റിയൽ പ്രഷർ, പിന്നെ പ്രതി ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രതി ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റുക, സോഷ്യൽ സ്റ്റിഗ്മ, സൊസൈറ്റിയിൽ നിന്നുള്ള വിക്ടിം ബ്ലെയിമിംഗ്, ഇതെല്ലാം ഇതിന് കാരണമായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ജസ്റ്റിസ് ഡിലേ ആകുന്നതുകൊണ്ട്. നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിനധികം കോടതികൾ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ഒരു കേസ് തന്നെ തെളിയിക്കാൻ വർഷങ്ങൾ എടുക്കുന്നതുകൊണ്ട് അതിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് ജസ്റ്റിസിലുള്ള പ്രതീക്ഷ പോകും. അപ്പോൾ തീർച്ചയായിട്ടും വിക്ടിംസ് ചിന്തിക്കുന്നത് ഇതിന്റെ പിറകെ വീണ്ടും നടക്കണമോ എന്നാണ്. അങ്ങനെ കേസിൽ നിന്ന് പിന്മാറുന്നവരുടെ കണക്കും വലുതാണ്. അപ്പോൾ ഈ അക്യൂട്ടൽ റേറ്റ് കാണിക്കുന്നത് നമ്മുടെ സിസ്റ്റമാറ്റിക് ഫെയിലിയർ ആണ്, അല്ലാതെ ആ കേസുകളെല്ലാം ഫോൾസ് അലിഗേഷൻ ആയിരുന്നു എന്നല്ല. BBC പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് കൺസെൻഷ്വൽ സെക്സിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടുകാർ ആ ആൺകുട്ടിക്കെതിരെ കൊടുത്ത കേസുകളാണ്. അതായത് ആ ബന്ധം അവസാനിപ്പിക്കാൻ മാതാപിതാക്കൾ നൽകിയ പരാതി. അതായത് മകൾ റേപ്പ് ചെയ്യപ്പെടുന്നതിനേക്കാൾ അവർ നാണക്കേടായി കാണുന്നത് മറ്റൊരാളുമായി കൺസെൻഷ്വൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. രണ്ടാമത് നിൽക്കുന്നത് ആണുങ്ങൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസാണ്. ഇതിലും കുടുംബത്തിന്റെ കൈ വളരെ വലുതാണെന്ന് BBC പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പാട്രിയാർക്കൽ സൊസൈറ്റിയും ഈ മെൻസ് റൈറ്റ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആക്ടിവിസ്റ്റുകളും ഇവിടെ ഒരു വിർജിനിറ്റി മിത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെണ്ണാണേൽ പ്യുവർ ആയിരിക്കണം എന്നൊരു മിത്ത്. ഇതെല്ലാം കണ്ടു വളരുന്ന ഒരു സ്ത്രീ വിശ്വസിക്കുന്ന എന്താണ്? തന്റെ വിർജിനിറ്റിയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കാര്യമെന്ന്. അല്ലെങ്കിൽ ഈ പാട്രിയാർക്കൽ സൊസൈറ്റി അവളെ അങ്ങനെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ വളർന്നു വരുന്ന ഒരു സ്ത്രീ പിന്നെ എങ്ങനെ പെരുമാറുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പോൾ ഭൂരിപക്ഷം സ്ത്രീകളും ഒരാളുമായി ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നെങ്കിൽ അത് വിവാഹത്തിൽ അവസാനിക്കുമെന്ന് വിശ്വസിച്ച് തന്നെയാണ്. ഇനി ഫോൾസ് കേസുകൾ ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. പക്ഷെ അതിൽ ഈ സ്ത്രീകൾക്കായുള്ള നിയമങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുന്ന ആണുങ്ങളെ കുറിച്ച് ഇവർ സംസാരിക്കാറേ ഇല്ല. അതായത് ഇവിടുത്തെ ആണുങ്ങളെ കൊടുക്കാൻ ആണുങ്ങൾ തന്നെ സ്ത്രീകളുടെ നിയമങ്ങൾ ചൂഷണം ചെയ്തതിനെ കുറിച്ച് ഇവർ മിണ്ടില്ല. അപ്പോൾ അക്യൂറ്റഡ് എന്നാൽ അതിനർത്ഥം കേസുകളെല്ലാം വ്യാജമാണെന്നല്ല.